ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഗപ്പി വളർത്തലിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഗപ്പി വളർത്തൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 7-8 കൊല്ലത്തോളമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്, അപ്പോൾ ഈ കാലയളവിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊന്നാമത്തെ പോയിന്റും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ഹോബിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാലോ, നമ്മൾ കൂടുതൽ സമയം ഫോണിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഇത് കാരണം നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ മൈൻഡിനൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലുള്ള വളരെ ചിലവ് കുറഞ്ഞ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വർക്ക് കൊണ്ടുള്ള സ്ട്രെസ്സ് കുറക്കാനൊക്കെ ഇത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം വർക്കിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഗപ്പികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വാട്ടർ ചേഞ്ചൊക്കെ ചെയ്ത് നമ്മൾ ഇതിനുള്ള കെയറിങ് ഒക്കെ ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫീലും നല്ലൊരു മൈൻഡ് റിലാക്സേഷനുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പെറ്റ്സിനെ അപേക്ഷിച്ച് നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം മതി എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 10 ലിറ്ററിൻ്റെ ടബോ ടാങ്കോ ബക്കറ്റോ അല്ലെങ്കിൽ വീട്ടിലെ പഴയ ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് തുടങ്ങാം എന്നുള്ളതാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നമ്മൾ വളർത്തുന്ന പെറ്റ്സിനെ അപേക്ഷിച്ച് വളരെ വേസ്റ്റ് കുറവാണെന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ സമയം വേസ്റ്റ് ക്ലീൻ ആക്കാനും മറ്റും ഇതിൻ്റെ പുറകെ നടന്ന സമയം കളയേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ മാസത്തിലൊരിക്കൽ മാത്രം നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാറുള്ളൂ. അതും വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തേക്കണ കാരണം കൂടുതലും വേസ്റ്റുകൾ അത് വലിച്ചെടുത്തോളും. ഇനി ബാക്കി വരുന്ന എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാസത്തിലൊരിക്കൽ ഏതെങ്കിലും സൺഡേസോ അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്നത് പോലെ മാത്രമേ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യാൻ അതുപോലെ തന്നെ വേസ്റ്റ് കളയാനൊക്കെ നിൽക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ നാലാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്നുള്ളതാണ്. ഏകദേശം 30 രൂപ മുതൽ മിക്സഡ് ഗപ്പികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 30 രൂപ മുതൽ എത്ര രൂപ വരെയുള്ള ഗപ്പികൾ വേണമെങ്കിലും നമുക്ക് കിട്ടും. അത് 5000, 10000 മോഹ വിലയുള്ള ഗപ്പികൾ വരെ നമുക്ക് വാങ്ങാൻ കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എടുക്കാൻ പോയ പുതിയ തായ്ലൻഡ് ഇമ്പോർട്ടഡ് ഡ്രാഗൻ്റെ ലൈനേജിന് അവർ 5000 രൂപയാണ് പെയറിന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കാണ്ട് പോന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് വളരെ റേറ്റ് കുറച്ച് നമുക്ക് ഏത് പ്രൈസ് റേഞ്ചിലും നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അഞ്ചാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് തുടങ്ങാം എന്നുള്ളതാണ്. അതായത് കുഞ്ഞി കൊച്ചുങ്ങൾ മുതൽ നമുക്ക് നല്ല പ്രായമുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ആ ഏജ് ലിമിറ്റ്. അതായത് നമ്മുടെ ഫാമിൽ ഡയറക്റ്റ് വരുന്നവരും കൊറിയർ ചെയ്യുന്നവരൊക്കെ പല ഏജ് ലിമിറ്റുള്ളവരാണ്. കുഞ്ഞി കൊച്ചുങ്ങൾ മുതൽ ഏകദേശം ഒരു 10 വയസ്സ് 12 വയസ്സുള്ള പിള്ളേർ മുതൽ നമ്മളെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 45 വയസ്സുള്ള ആൾക്കാർ വരെ നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഗപ്പികളെ വളർത്താനായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ബാക്കി ഏത് പെറ്റ്സിനെ ആയാലും നമുക്ക് കുഞ്ഞി കൊച്ചുങ്ങൾക്കൊന്നും ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് നോക്കി അതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഗപ്പി വളർത്തലിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഇതിൻ്റെ ആറാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗപ്പി ബെറ്റ പോലുള്ള ട്രോപ്പിക്കൽ ഫിഷിനെ വളർത്തുന്നതിന് സെപ്പറേറ്റ് കൂട് പണിയിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ബാക്കി ഏത് പെറ്റ്സിനെ നിങ്ങൾ വളർത്തിയാലും അതിന് സെപ്പറേറ്റ് കൂട് പണിയിപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു 10 ലിറ്ററിൻ്റെ ടാങ്ക് മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മീനുകളെ വളർത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏഴാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൊടുക്കുന്ന ഫുഡ്സ് ഈസിലി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. മാത്രമല്ല വളരെ എക്സ്പെൻസ് കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്നത് മൊയിനയാണ്. ഏകദേശം ഒരു 5 രൂപയുടെ ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നമുക്ക് മൊയിനെ കൾച്ചർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവ, പിന്നെ അതുപോലെ തന്നെ ഫ്ലേക്സ്, ഇതെല്ലാം തന്നെ വളരെ ചിലവ് കുറച്ച് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഇനി ഇതിൻ്റെ എട്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ടാങ്കുകളെല്ലാം തന്നെ നമുക്ക് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വീടിൻ്റെ അകത്താണെങ്കിലും അകത്താണെങ്കിലും നമുക്ക് കുഴപ്പം വരുന്നില്ല. നമ്മൾ കുറച്ച് സൂര്യപ്രകാശം വാട്ടർ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്റ്റേജിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. എടുത്ത് അകത്തേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല.
ഓൾറെഡി ആൽഗയൊക്കെ ഉള്ള പുറത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മീനുകൾ ചാവാതെ കിടന്നോളും. ഇനി ഇൻഡോറിൽ വെച്ചിരിക്കുന്ന മീനുകളെടുത്ത് നമ്മൾ ഔട്ട്ഡോറിലേക്ക് വെക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന മീനുകൾ ഇൻഡോറിൽ തന്നെ വെച്ചാലും ഔട്ട്ഡോറിൽ വെച്ചിരിക്കുന്ന മീനുകളെ പുറത്ത് തന്നെ വെച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല. ഇനി ഇതിൻ്റെ അടുത്തൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുത്ത് ഈ ഒരു ഹോബിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അവരറിയാലോ, നമ്മൾ കൂടുതലും ഫോണിലേക്കൊക്കെ ഒരു അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ അതിൻ്റെ അകത്ത് നിന്ന് മാറ്റാനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹോബി എന്നുള്ള നിലക്ക് നമ്മൾ പിള്ളേർക്ക് ഇതുപോലുള്ള ഗപ്പി, ബെറ്റ പോലുള്ള ട്രോപ്പിക്കൽ ഫിഷുകളെ വാങ്ങിക്കൊടുത്ത് അവരെ ഈ ഒരു ഹോബിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് കൂത്താടികൾ അല്ലെങ്കിൽ മോസ്കിറ്റോ ലാർവ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ ഗപ്പികൾക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ പരിസ്ഥിതിയിലേക്ക് ഒരുപാട് കൊതുകുകൾ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ. ഇപ്പോൾ എൻ്റെ ഫാമിലെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൾച്ചർ ചെയ്ത് എഗ്ഗ് കളക്ട് ചെയ്ത് മാറ്റി അതിൻ്റെ അകത്തുനിന്ന് വിരിഞ്ഞിറങ്ങുന്ന കൂത്താടികളാണ് നമ്മുടെ മീനുകൾക്ക് മെയിനായിട്ട് കൊടുക്കുന്നത്. മീനിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് കൊതുകുകൾ പരിസ്ഥിതിയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ കൾച്ചർ ചെയ്തെടുത്തില്ലെങ്കിലും കൊതുകുകൾ മുട്ടയിടാനുള്ളത് എന്തായാലും മുട്ടയിടും. അതിപ്പോൾ ഏതെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കാണയിലോ പോയി മുട്ടയിട്ട് എന്തായാലും കൊതുകുകൾ പുറത്തോട്ടിറങ്ങും. നമ്മളിങ്ങനെ ചെയ്യുന്നത് വഴി ആ എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയും നമുക്ക് നല്ല രീതിയിൽ ഗപ്പികളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ ഗപ്പികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും നമുക്ക് പറ്റും. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിന് വലിയ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വല്ല ജോലിക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ ദിവസമൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് പെറ്റ്സിനെ അപേക്ഷിച്ച് നമുക്ക് ഗപ്പികൾക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കാരണം മറ്റുള്ള പെറ്റ്സിനൊക്കെ ഫുഡ് കറക്റ്റ് സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇതിനി 2-3 ദിവസം ഫുഡ് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മുടെ വെള്ളത്തിലുള്ള ആൽഗകൾ അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കഴിച്ചിട്ട് അത് സുഖമായിട്ട് ജീവിച്ച് പോയിക്കോളും. ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമെന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ പ്രസവിക്കും. ഒരു ഗപ്പി ശരാശരി ഒരു 10 മുതൽ 60 കുഞ്ഞുങ്ങളെ വരെ ഒരു പ്രസവത്തിൽ പ്രസവിക്കുന്നതാണ്. മാത്രമല്ല എല്ലാ 24 ദിവസവും കൂടുമ്പോഴും ഗപ്പി പ്രസവിക്കും. ഇനി ബെറ്റാസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എഗ്ഗ് ഹാച്ചിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 1000-ഓളം കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള മീനുകളെല്ലാം ബ്രീഡാവാൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിലും ബെറ്റാസും ഗപ്പിയും നമുക്ക് പെട്ടെന്ന് ബ്രീഡായി കിട്ടും. മറ്റുള്ള ട്രോപ്പിക്കൽ ഫിഷസിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ബ്രീഡാവും എന്നുള്ളതാണ് ഈ ബെറ്റാസിനെയും ഗപ്പീസിനെയും ആൾക്കാർ കൂടുതൽ വാങ്ങാനുള്ള കാര്യം. ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രീഡായി കിട്ടുന്ന കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാന്നുള്ളതാണ്. എന്തായാലും ഈ ഗപ്പി പോലുള്ള മീനുകളൊക്കെ പെട്ടെന്ന് പെറ്റ് പെരുകുന്നതാണ്. ഇങ്ങനെയുള്ള മീനുകൾ നമ്മുടെ കയ്യിൽ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ആരെയും വാങ്ങാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള അക്വേറിയം ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താലും നമുക്ക് പൈസ കിട്ടുന്നതാണ്. അപ്പോൾ പലരും ഈ ഗപ്പി വളർത്തുക എന്നുള്ളത് ഒരു ഹോബി മാത്രമായിട്ടല്ല, ഒരു വരുമാന മാർഗം കൂടിയായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം. മെയിനായിട്ടും കുട്ടികളാണ് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ഇനി മറ്റുള്ള ട്രോപ്പിക്കൽ ഫിഷസിനെ അപേക്ഷിച്ച് ഗപ്പിക്കും ബെറ്റാസിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ബ്രീഡാകുന്നത് മാത്രമല്ല നല്ല കുറേ വെറൈറ്റിയുള്ള ഫിഷുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഗപ്പിയുടെ കാര്യം എടുത്താൽ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷനുള്ള ഒരുപാട് വെറൈറ്റി ഗപ്പികൾ, അതായത് എണ്ണിയാൽ തീരാത്തത്രയും ഗപ്പി വെറൈറ്റികൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.